ഹലോ ഗൈസ്, പുതിയ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ മുമ്പ് ഒരു വട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുൾ ചിക്കൻ ഉണ്ടല്ലോ. ആ ഫുൾ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഷവായ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഷവായ പോലെ ഇങ്ങനെ കറക്കാനായിട്ട് പറ്റൂല. സോ കുക്കറിലിട്ട് ചെയ്യണ പോലത്തെ ഒരു സെറ്റപ്പാണ്. സോ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. കാണുമ്പോൾ ഷവായ പോലെ ഒക്കെ ഇരിക്കണ പോലെ ഉണ്ടാവും. സോ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ ഫുള്ള് കുത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്ത് കുറച്ച് വിനീഗറും വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വിനീഗറും ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ ഒന്ന് സെറ്റാകട്ടെ. നമ്മളങ്ങനെ വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിനീഗറും ഉപ്പാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. സോ ഇങ്ങനെ ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇറച്ചിയുടെ പീസ്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. ഈ അരപ്പിന് വേണ്ടി നമുക്കൊരു 10-12 വെളുത്തുള്ളി ചുവന്നുള്ളി ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീസ് ഇഞ്ചിനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം, ഒരു 10-12 എണ്ണം, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ മല്ലി ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ മല്ലിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മല്ലിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മല്ലിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നമുക്കിനി ഇത് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ അരപ്പിന് വേണ്ടി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ ചില്ലി ഫ്ലേക്സ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഇത് ശരിക്കും കാഷ്യൂനട്ടും പിന്നെ 2 ഡ്രൈ ചില്ലി ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ഡ്രൈ ചില്ലി ക്ഷാമ ആയതുകൊണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. നമ്മൾ നേരത്തെ ആക്കിയത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. ഇപ്പോൾ നമുക്കൊരു തക്കാളി മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 20 ഇട്ട് കൊടുക്കാം. എല്ലാം കൈ കണക്കാം. ഏകദേശം ഒരു 20 വീണിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തത് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം ഗൈസ്. എന്തായാലും ഫ്ലേവറിന് വേണ്ടി എന്തായാലും മസ്റ്റാണ്, മറക്കാതെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കസ്തൂരി മേത്തി ഇട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. സോ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അല്ലേ, 1/2 ടീസ്പൂൺ. പിന്നെ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഗൈസ്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ മഞ്ഞൾ 1 ടീസ്പൂണും കാശ്മീരി ചില്ലി ആയതുകൊണ്ട് കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇടാനുള്ളത് ഗരം മസാല 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. ഓക്കെ, 1 ടീസ്പൂൺ ഇല്ല ഗൈസ്, 1/2 ടീസ്പൂൺ. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് വിനീഗറാണ് ഗൈസ്. വിനീഗർ നമുക്കൊരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒലീവ് ഓയിലാണ് ഗൈസ്. ഒലീവ് ഓയിൽ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വേണോ? ഓക്കെ, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് പുളി അധികം ഇല്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അടിച്ച് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അടിച്ച് തികയാണ്ടായപ്പോൾ നമ്മൾ വലിയ ജാറിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സും കാഷ്യൂനട്ടും കൂടി നമ്മൾ വെള്ളത്തിലിട്ടത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഡ്രൈ ചില്ലിയും കാഷ്യൂനട്ടാണ് നമുക്ക് വെള്ളത്തിലിടാനുള്ളത്. കാഷ്യൂനട്ട് ഒരു 10 ഒക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് അതും ഡ്രൈ ചില്ലിയും കൂടി വെള്ളത്തിലിട്ടിട്ട് അതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മെയിനായിട്ട് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ഉപ്പിട്ടില്ല ഗൈസ്. സോ നമുക്കിനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
മമ്മി ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ റോക്ക് സോൾട്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് ഈ പിങ്ക് കളർ വരുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ അരപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനി ചിക്കനിലേക്ക് അരപ്പ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ആവണ പോലെ നമ്മൾ അരപ്പൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മസാല തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കുക്കറിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ മസാല തീരെ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു 3 മണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. സോ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് എന്തായാലും ചിക്കനിൽ വെള്ളം ഇറങ്ങും. ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇൻ കേസ് ഇത് അടിപിടിച്ച് ഇതാവാണ്ടിരിക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങുമല്ലോ, അതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ടും ആയില്ലെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഒരു വിസിൽ വരുത്തേണ്ട വരെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി ഒരു വിസിൽ വന്നിട്ട് കാണാം. അപ്പോൾ ഒരു വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം. നല്ലോണം ആയിട്ടുണ്ട് ഗൈസ്. ഈ എല്ലിൻ്റെ അവിടെ നിന്നൊക്കെ പീസ് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രേവിയും ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാൻ വെച്ച് അതിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഒലീവ് ഓയിൽ വെച്ചിട്ട് ഇനി ഇത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ചോളാം. ഒരു പീസും കൂടി ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല. അതായത് നമ്മൾ ഒരു പീസ് വെച്ച് ഇതായി കഴിഞ്ഞിട്ട് ഇത് വെക്കാനുള്ള സെറ്റപ്പിലാണ് ഗൈസ്. ഫുൾ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ വെച്ചാൽ മതി, എന്നിട്ട് മറിച്ചിടാം. നമ്മളെ ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ബാക്കിയുള്ള ചാറ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. സോ ഒന്ന് മസാല ഫുള്ള് വടിച്ച് ഇതിലേക്ക് ഇടുകയാണ് ഗൈസ്. സോ വടിച്ചിട്ട ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കാം. അപ്പോൾ ആ ഒരു മസാലയുടെ സ്മെല്ലും സംഭവവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നല്ലോണം പിടിച്ച് കയറിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. സോ ഗൈസ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് സെറ്റാക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് അതിനുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വൗ, സാധനം സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്, ചാറൊക്കെ ആയിട്ട്. സോ ഇനിയിപ്പോൾ നമുക്കിത് എടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു പീസ് നമുക്ക് എടുക്കാം. നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചാറിൽ മുക്കിയിട്ട് എൻ്റെ അമ്മീ കഴിച്ചു നോക്കാം. നമുക്ക് കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയാണ് ഗൈസ്. സോ നമുക്ക് എന്തായാലും ആദ്യം ഒരു പീസ് കഴിച്ചു നോക്കാം. കൂടുതലും സാധനം ഗൈസ്, മസാല അടിപൊളി. അപ്പോൾ നമുക്ക് ഒരു പീസ് പൊറോട്ടയും ചിക്കനും ചാറും കൂടി ആക്കി എടുത്ത് നോക്കാം. ഒരു പീസ് പൊറോട്ട എടുത്ത് ഇതിന്ന് ഒരു പീസ് ചിക്കൻ ഇങ്ങനെ എടുക്കുക, കുറച്ച് ചാറിൽ മുക്കുക, എന്നിട്ട് കഴിക്കാം. സൂപ്പർ, ഒരു രക്ഷയില്ല. മൈനോസ് അങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട, ഈ ചാറ് മാത്രം മതി. ഈ ചാറ് മാത്രം മതി ശരിക്കും പൊറോട്ട വെറുതെ കഴിക്കാം. അത്രയും കിടലൻ മസാലയാണ് ഗൈസ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ചിക്കൻ്റെ ഉൾഭാഗം തന്നെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.